രാവിലെ തന്നെ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. ഇത് നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം, ചിയ സീഡ്, കാഷ്യൂ, പിന്നെ 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 ബദാം, ഇതെല്ലാം കൂടി തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. എന്നിട്ട് ജിമ്മ് വിട്ട് വരുമ്പോൾ കുടിക്കും. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു റൊട്ടീന്. കണ്ടോ, ഈ പാത്രം ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി, പക്ഷേ അതിൻ്റെ സ്റ്റിക്കർ ഇപ്പോഴും പോന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമ്മളെപ്പോഴും എടുക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ജിമ്മിന് പോകുമ്പോൾ നമ്മൾ ശുദ്ധമായ പശുവിൻ നെയ്യ് കുടിച്ചിട്ടാണ് പോകാറ് കേട്ടോ. വെറും വയറ്റിൽ നെയ്യ് കുടിക്കുന്നത് ആരോഗ്യപരമായിട്ടും സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് അത്രേ. നമ്മുടെ ശില്പ ഷെട്ടിയും കരീന കപൂറൊക്കെ ചെറുപ്പം മുതലല്ല അവർ കുടിക്കാറുണ്ടത്രേ. അപ്പോൾ അവർ മാത്രം കുടിച്ചാൽ പോരല്ലോ. പശുവിൻ നെയ്യ് ഇപ്പോൾ കുടിക്കാന്നുള്ളത് നമ്മളെ കൊണ്ടും പറ്റുന്ന കാര്യമാണല്ലോ. എന്തായാലും ഒന്ന് കുടിച്ച് നോക്കാം. പക്ഷേ കുടിക്കാൻ നമുക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ടേസ്റ്റൊക്കെ ഒരു കുഴപ്പമില്ല, നല്ല രസമാണ്. എൻ്റെ മുഖം കുറച്ച് ചുളിഞ്ഞിരിക്കണം, നിങ്ങൾ കാര്യമാക്കണ്ട. അത് വെറുതെ ചുളിഞ്ഞിരിക്കുന്നതാണ്, പക്ഷേ കുടിക്കാൻ സുഖമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ മധുരമില്ലാത്തൊരു കട്ടൻ കാപ്പി കുടിക്കും, ആ നെയ്യൊക്കെ ഒന്ന് അരിഞ്ഞു പോകാൻ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ജോലി ഇന്നുമോളുടെയാണ്. ഇന്നലെ ലെഗ് ഡേ ആയിരുന്ന കാരണം കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ നല്ലതായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശമൊക്കെ നടന്ന് വന്നിട്ട് നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇനി വർക്കൗട്ട് ചെയ്യാൻ പോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ വർക്കൗട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ച് ഡ്രസ്സ് മാറ്റി നമുക്ക് ആമസോണിൽ നിന്നൊരു പാക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം വാങ്ങിക്കാൻ ഞാൻ കുറേ കാലമായിട്ട് പൈസ കൂട്ടി വെച്ചിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ അങ്ങനെ സാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ ടിപ്പൊക്കെ ഞാൻ പൊട്ടിച്ച് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. പക്ഷേ ആ ക്യാമറയ്ക്ക് നല്ലൊരു ലെൻസ് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ 35mm ലെൻസ് ഞാൻ വാങ്ങിച്ചതാണ്. അത് അൺബോക്സ് ചെയ്യുന്നതാണിത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് ഞാൻ ക്യാമറക്കാണ് വില, ലെൻസിന് അതിന് അത്രയ്ക്ക് വിലയല്ല. ഏകദേശം ഒരു 30,000 അടുത്ത് വരുന്ന വിലയുള്ളൂ ഇതിന്. പക്ഷേ ക്യാമറക്ക് 1,40,000 സംതിങ് രൂപ അത്രയുണ്ട്. അതുണ്ടായിട്ട് ലെൻസില്ലാത്ത വീഡിയോ എടുക്കാത്ത ആളായിരുന്നു ഞാൻ കേട്ടോ. പക്ഷേ ക്യാമറ നമ്മളെ കയ്യിലായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കി വരണം. അപ്പം നമുക്ക് നല്ല വീഡിയോൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് കൂടും. അപ്പോൾ എന്തായാലും കുറേ കാലത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു 35mm ലെൻസ് വാങ്ങിക്കണമെന്ന്. അതെന്തായാലും ഞാൻ സാധിച്ചിട്ടുണ്ട്. കണ്ടോ, പിക്ചർ ക്വാളിറ്റിയൊക്കെ നല്ല നല്ല രസമാണത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നല്ല പിക്ചർ ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇനി മുതൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.